പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായാൽ അവകാശിയാകും. അവകാശിയായാൽ നമുക്ക് ക്ലെയിം ഉണ്ടാകും. എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ വാഗ്ദാനത്തിൻ്റെ അവകാശിയാക്കുന്നത്? നിബന്ധനകളാണ്. അത് നമ്മൾ അറിയണം. നമ്മൾ നിലനിൽക്കണതില്ലേ, നമ്മൾ അവകാശത്തിൽ നിലനിൽക്കുന്നത് എന്താ? നമ്മൾ ഉടമ്പടിയുടെ അവകാശിയാക്കണത്. ഉടമ്പടിയാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാക്കണത്. ഇപ്പോൾ കുർബാന പോലും എന്താണ്? ഉടമ്പടിയാണ്. ഈ ഉടമ്പടി ഈശോ പറഞ്ഞതെന്ന് ഞാനൊരു പുതിയ ഉടമ്പടി എന്നാണ് ഈശോ പറഞ്ഞത്. പക്ഷെ പുതിയ ഉടമ്പടി എന്ന് ഈശോ പറയുമ്പോഴും പഴയ ഉടമ്പടി റദ്ദാകണില്ല. 3:15 ഗലാത്യ വചനമനുസരിച്ചുകൊണ്ട് ഇത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഉടമ്പടി ആയതുകൊണ്ടാണ്. ഇതിൻ്റെ സ്ഥലം എന്താ? എല്ലാ ഉടമ്പടിക്കും എപ്പോഴും സ്ഥലവും ഉണ്ടാകും, സന്താനവും ഉണ്ടാകും. എബ്രഹാത്തിൻ്റെ ഉടമ്പടിക്ക് എന്താണ് വാഗ്ദാനം? സ്ഥലം. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം നിനക്ക് അവകാശമായി തരും. അപ്പോഴേ എബ്രഹാം ദൈവത്തോട് കണ്ണീരിട്ടു, അങ്ങനെക്ക് അവകാശമായി തരുന്ന ഭൂമിയിൽ അങ്ങനെക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ കൈമാറാൻ എനിക്ക് സ്വന്തമായി സന്താനം ഇല്ല എന്ന് പറയും. അപ്പോൾ എബ്രഹാത്തോട് പറയും, ഞാൻ നിനക്ക് മണ്ണ് പോലെ സന്താനം തരും. അപ്പോൾ സ്ഥലവും സന്താനവും എന്തിൻ്റെതാണ്? ഉടമ്പടിയുടെ വാഗ്ദാനമാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അവിടെയും സ്ഥലവും സന്താനവുമാണ് ഉടമ്പടിയുടെ വാഗ്ദാനം. തേനും പാലും ഒഴുകുന്ന ദേശം ഞാൻ നിനക്ക് നിൻ്റെ സന്തതികൾക്കും അവകാശമായി നൽകും. പുതിയ നിയമത്തിൽ വരുമ്പോഴും എന്താണ്? സ്ഥലവും സന്താനവും തന്നെയാണ് പുതിയ നിയമത്തിലെ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ. ഈശോ എന്നാ പറഞ്ഞത്? ഉടമ്പടി ചെയ്തതിന് ശേഷം 13-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് 14-ാം അധ്യായം തുടങ്ങണേ എങ്ങനെയാണ്? നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിൽ വിശ്വസിക്കുവേൻ, എന്നിലും വിശ്വസിക്കുവേൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥലം സജ്ജമാക്കാൻ പോവുകയാണെന്ന് നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം സജ്ജമാക്കി കഴിയുമ്പോൾ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. കൈ അടിച്ചു കിടത്താണ്. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, മക്കളെ പോലെ നാം പറന്നുയരും. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, മക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനെ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രാണന്റെ പ്രിയനാം മണവാളനെ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. അപ്പോൾ പുതിയ നിയമത്തിലെ വാഗ്ദാനം എന്താണ്? അവിടെ സ്ഥലം തന്നെയാണ്. ഏത് സ്ഥലമാണ്? നിത്യതയായ സ്ഥലമാണ്. അവിടെയും ഉണ്ട് സന്തതികൾ. കർത്താവ് ഉടമ്പടി ചെയ്യുന്നതിനെക്കുറിച്ച്, കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തത്തിൽ ഉടമ്പടി ചെയ്യുന്നതിനെക്കുറിച്ച് 700 കൊല്ലം മുമ്പ് ഐശയ്യാ പ്രവചിച്ചിട്ടുണ്ട്. ഈ ഉടമ്പടി വഴി ആണ് ദൈവത്തിൻ്റെ സന്തതികളെ ജനിക്കുന്നതെന്ന്. ദൈവത്തിൻ്റെ വിശുദ്ധ സന്തതികളെ പാപരഹിതമായി കർത്താവ് വീണ്ടെടുത്ത തൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത സന്തതികളെ ഈ ഉടമ്പടി മൂലമാണ് ഉണ്ടാകുന്നതെന്ന് ഐശയ്യാ 53 ഏറ്റു പറഞ്ഞ് അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ഐശയ്യാ 53:10
ഐസയ്യ 53:10. അവിടുന്ന് ഏറ്റു പറഞ്ഞ് അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്, പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പം പുതിയ നിയമ ഉടമ്പടിയിലൂടെയാണ് വിശ്വാസത്തിൻ്റെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള സന്തതികൾ പരമ്പരയായി വരണത്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയിലും എന്താണുള്ളത്? സ്ഥലവും സന്താനവുമാണുള്ളത്. ഇവ സന്താനങ്ങളെ അനുഗ്രഹിക്കുമെന്നല്ലേ ആദ്യം മുതലേയുള്ള വാഗ്ദാനം. സന്താനങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട സന്താനങ്ങളല്ലേ ഇവിടെ വന്ന് സാക്ഷ്യം പറയണത്, അല്ലേ? എത്ര സന്താനങ്ങളാണ്. അതുപോലെ പല ആൾക്കാരും സാക്ഷ്യം, അപ്പം ഇവർ വന്ന് 2 സാക്ഷ്യങ്ങളൊക്കെ ആകുമ്പോൾ എന്നോടൊന്ന് പറയാം, അച്ഛാ സാക്ഷ്യം പറയാനായോ? ഞാൻ പറഞ്ഞ് എൻ്റെ അടുത്ത കാര്യമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അതുകൂടി, അപ്പം ഞാൻ അതുകൂടി നടക്കും, അത് കഴിഞ്ഞിട്ട് വന്ന് സാക്ഷ്യം പറയാം. അതായത് ഒരു അനുഗ്രഹം പോലും കിട്ടാത്തൊരു വിഷമിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം ഉടമ്പടിക്ക് ആ 1 വർഷം വരെ സമയമുണ്ട്. 4 കോളങ്ങളില്ലേ നമുക്ക്, 4 കോളങ്ങളില്ലേ? അപ്പം അതുവരെ വെയിറ്റ് ചെയ്യണം. അതുവരെ വെയിറ്റ് ചെയ്തിട്ട്, അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവം എപ്പോഴും നമ്മൾ ഉടമ്പടിയുടെ നിബന്ധനകളോടെ. ഇപ്പോൾ പാലായിലെ ഒരു സഹോദരൻ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, ആ സാക്ഷ്യം എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട്, എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ്, പക്ഷേ അദ്ദേഹം ഒരു യൂത്താണ്. അദ്ദേഹം പറയുന്ന സാക്ഷ്യം എന്ന് പറയണത്, അത് ഉടമ്പടി വെക്കുന്ന കാര്യങ്ങൾ ലഭിച്ചില്ലെങ്കിലും കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്കൊരു അവസരം തന്നല്ലോ, അങ്ങനെയാണ് പറയണത്, ഇല്ലേ? കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്കൊരു അവസരം തന്നല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? അതിലൂടെ, പ്രാർത്ഥനയുടെ നമുക്ക് ലഭിക്കണത് എന്താണ്? ശക്തീകരണമാണ്. അതിൻ്റെ ദാറ്റ് മീൻസ് എപ്പോഴായാലും വിഷയം കർത്താവ് ഇടപെട്ടിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് അനുഗ്രഹം. എൻ്റെ റിസൾട്ട് തോറ്റാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം മുടക്കത്തില്ലെന്നാണ് പറയണത്. ബൈക്ക് എടുത്തുകൊണ്ട് എല്ലാ വീടുകളിലും കൊണ്ടുപോയി പത്രം കൊടുത്തിരിക്കുക. പ്രേക്ഷിത പ്രവർത്തനമാണ്, സത്യം പറഞ്ഞൊരു ശുശ്രൂഷയാണ്. പത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ പ്രേക്ഷിത പത്രമാണ്. നിങ്ങൾ തന്നെ പലരും ഇവിടെ വന്നിരിക്കണത് പത്രത്തിലൂടെ കർത്താവ് പ്രവർത്തിച്ച സന്ധിപ്പ് കണ്ടാണ് എൻ്റെ മക്കളെ ആശ്വാസം കർത്താവ് തരും എന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ്. ആ വിചാരം വിശുദ്ധവും ശക്തവുമാണ്, അത് സത്യമാണ്. വേറെ ഒരു ചേച്ചി എന്നാ പറഞ്ഞത്, അവർ പാലക്കാടാണ്, അവിടെ ആവശ്യത്തിന് പത്രമുണ്ട് അവരുടെ ഇടവകയിൽ. അത് കാരണം എന്നാ പറ്റി, ആൾക്കാരെ തിരക്കിപ്പോവുകയാണ്. തൃശ്ശൂർ വിമലഹൃദയം പള്ളി വന്നിട്ട് അവിടെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നത് കാരണം അവിടെ നിന്ന് കൊടുത്തെന്നാണ് പറയണത്. ആ സാക്ഷ്യം കേട്ടില്ലേ? അവരാണ് പോയി ഉടമ്പടി തൈലം അനുജിത്തിയുടെ മകൻ്റെ ശരീരത്തെ വിശ്വാസ പ്രമാണത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ബോൺമാരോ വേണ്ടെന്നല്ലേ ഡോക്ടർ പറയണത്. അത് പറയണതല്ല പ്രശ്നം, ഇവരാണ് ആദ്യം പറയേണ്ടത്, നീ 2 ദിവസം കഴിയുമ്പോൾ എഴുന്നേറ്റ് പോരുമെന്ന്. ഉടമ്പടി തൈലം തേച്ചതിന് ശേഷം ഇവരെന്നാ പറയണത്, 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോരും. അതാണ് വാഗ്ദാന പേടകമെന്ന് പറയണത്. എന്ന് വെച്ചാൽ വാഗ്ദാന പേടകമായി നമ്മൾ രൂപാന്തരപ്പെട്ട് വരും ഉടമ്പടി ചെയ്യുമ്പോൾ. എന്താണ് സംഭവിക്കുക വാഗ്ദാന പേടകത്തിൽ? വാഗ്ദാന പേടകത്തിൽ എന്താണുള്ളത്? പഴയ വാഗ്ദാന പേടകത്തിലായാലും പുതിയ വാഗ്ദാന പേടകത്തിലായാലും എന്താണുള്ളത്? ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം. അപ്പം ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ പാലിക്കണത്. എങ്ങനെ പാലിക്കും? ദൈവത്തിൻ്റെ വചനം പാലിക്കുമ്പോൾ എളിമപ്പെടേണ്ടി വരും. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ബിന്ദു എം ജേക്കബ്. മകൾ റൂത്ത് റാഹേൽ ജോയ്. ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂൺ മാസത്തിലാണ്. അന്ന് ഉടമ്പടി എടുത്തപ്പോൾ എഴുതിയിരുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് കഴിഞ്ഞ് നടക്കേണ്ട കാര്യങ്ങളായിരുന്നു. മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അതിന് ശേഷം മകൾ വിദേശത്തായിരുന്നു, അവിടെയാണ് പഠിച്ചിരുന്നതും ഒക്കെ. അപ്പോൾ പഠനം കഴിഞ്ഞത് 2024 ആഗസ്റ്റ് മാസത്തിലാണ്. അപ്പം
ഞങ്ങളുടെ ജീവിത ഭദ്രതയ്ക്കും ഒക്കെ ആയിട്ട് പെട്ടെന്നൊരു ജോലി അധികം വൈകാതെ കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ഞാൻ ഓൾറെഡി ഉടമ്പടിയിലായിരുന്നു. വീണ്ടും ഇവിടെ വന്ന് പുതുക്കിക്കൊണ്ടുവരുന്നു, പിന്നെ എല്ലാ മാസവും വരുമായിരുന്നു. അപ്പം ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഇവിടെ വന്ന് ആഗസ്റ്റിലാണ് പഠിച്ചിറങ്ങിയത്. ഒക്ടോബർ 30 മുമ്പ് ഞാനൊരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു, ഒരു NHS ജോബ് കിട്ടണമെന്ന്. പക്ഷെ അത് ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട് NHS ജോബ് ഒക്ടോബർ 30 മുമ്പ് കിട്ടണമെന്ന്. അപ്പോൾ ആളെന്നോട് പറഞ്ഞത് അതങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ കുട്ടി ഉടമ്പടി എടുത്തിരുന്നു, ഓൺലൈൻ ഉടമ്പടി അവിടെ നിന്ന് എടുത്തിരുന്നു. അന്ന് ഈ ഇൻ്റർവ്യൂ നടക്കുന്ന അന്ന് അച്ഛൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച തന്നെയായിരുന്നു ഇൻ്റർവ്യൂ കിട്ടിയത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ അത് അവിടുത്തെ നാഷണൽ ഹെൽത്തിലാണ്, NHS. അപ്പം ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് മുമ്പ് വരുന്നതിന് മുമ്പെങ്കിലും ഈ ജോലി കിട്ടിയെന്ന് ഒരു അറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അന്ന് ഒരു ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ധ്യാനത്തിൽ അച്ഛനിങ്ങനെ പറഞ്ഞു, കണ്ണീരിനും കാത്തിരിപ്പിനും ഒക്കെ ഒരു ഫലമായിട്ട് 6 എന്ന് പേരുള്ള പേരാകാം, നമ്പറാകാം, സ്ഥലമാകാം, അങ്ങനെയുള്ള അതിനെയെല്ലാം ദൈവം ആശീർവദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം മകളുടെ പേര് റൂത്ത് എന്നാണ്. ഞാനത് ഉറച്ച് വിശ്വസിച്ചു. ഞാൻ അവളോട് പറയുകയും ചെയ്തു. ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അഖണ്ഡ ജപമാല റാലി തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം തന്നെ ജോലി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ജെനറ്റിക്സ് ആണ് പഠിച്ചത്. ആ ജെനറ്റിക്സിന് മെഡിക്കൽ ജെനറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് അറിയിപ്പ് കിട്ടി. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. കാരണം ഞങ്ങൾക്ക് കുട്ടിയുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത കൊണ്ടൊന്നുകൊണ്ട് മാത്രമാണ് എന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. രണ്ടാമതായി, ഞാൻ 1.5 മാസം മുമ്പ് ഇവിടെ വന്നു. ഉടമ്പടിയൊക്കെ പുതുക്കിയായിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും മുമ്പ് എഴുതുകയൊക്കെ ചെയ്തിരുന്നു. എനിക്ക് ഒരു 12 ലക്ഷം രൂപയോളം പെട്ടെന്ന് കൊടുക്കേണ്ടതായൊരു ബാധ്യത ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മുമ്പിൽ മാർഗങ്ങളോ വഴികളോ ആളുകളോ നമുക്ക് മുമ്പിലില്ല. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട്, ഒരു കുട്ടി അമ്മയോട് പറയുന്ന പോലെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ മുമ്പിൽ മാർഗങ്ങളില്ല, വഴികളില്ല, എനിക്ക് പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കാൻ മാത്രമേ പറ്റൂ. അപ്പോൾ അമ്മ എനിക്ക് വഴി തെളിച്ച് തരണം. അമ്മ ഇത് ഏറ്റെടുത്ത്, ഞാൻ അമ്മയെ ഏൽപ്പിച്ച് ഈ കാര്യം ഏറ്റെടുത്ത് എനിക്കത് നടത്തി തരണമെന്ന് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതിനുവേണ്ടി ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിൽ തേക്കുമായിരുന്നു. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് തന്നെ അറിയില്ല, അത്ഭുതകരമായിട്ട് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് ഈ 12 ലക്ഷത്തിൻ്റെ ബാധ്യത ഒരു ലോണായിട്ട് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അത് തീർന്നിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നു നിന്ന് ഈ സാക്ഷ്യം പറയുന്നത്. പിന്നെ 2 പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ ഉടമ്പടി വിഷയങ്ങളിൽ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് നമ്മളെ ഉറപ്പ് തരണമെന്നും അറിയിക്കണമെന്നും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാനൊരു ദിവസം രാത്രി ഒരു പുലർച്ചെ സമയത്ത് ഞാൻ മുട്ടിപ്പായിട്ട് രാത്രി മുഴുവൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഇന്ന് എനിക്ക് ഒരു അടയാളം കാണിച്ചു തരണം, എൻ്റെ വിഷയങ്ങളിൽ എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരടയാളം എനിക്ക് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പുലർച്ചെ ഒരു 3 മണി സമയത്ത് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്ത് നെറ്റിയിൽ വന്ന് ഷോക്ക് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ കാണുന്നത് അച്ഛൻ വന്ന് നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് എന്നോട് പറയുകയാണ്, തൈലം തേച്ചാൽ മതി, അതേ പറഞ്ഞുള്ളൂ, എല്ലാം ശരിയാകും, തൈലം പുരട്ടിയാൽ മതിയെന്ന്. ഒന്നത്. 2, വീണ്ടും ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദൈവത്തോട് പറഞ്ഞു, എനിക്കൊരു അനുഭവം കൂടെ കാണിച്ചു തരണം എന്ന്. അപ്പോൾ ഞാനൊരു ബോർഡ് കണ്ടു സ്വപ്നത്തിൽ, കാലേബ് ജോസഫ് ട്രസ്റ്റ് ഇത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, കാലേബ് കാനാൻ ദേശം കണ്ടതാണെന്നും ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് ഉയർത്തി മന്ത്രിയാക്കിയതാണെന്നും അത് വിശ്വസിക്കണമെന്നുമാണെന്ന്. ഇതാണ് എനിക്ക് പരിശുദ്ധ അമ്മയിലൂടെ കിട്ടിയ ദൈവിക അനുഭവങ്ങൾ. മാത്രമല്ല, ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ, ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാം പരിശുദ്ധമ്മയുടെ കാവൽ എപ്പോഴും എനിക്കും എൻ്റെ മക്കൾക്കും കുടുംബത്തിനും കൂടെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് 4 മക്കളാണ്. എപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം, അതാണ് എനിക്ക് സാധിക്കുന്നുള്ളൂ. അത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു, കൊടുക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തി, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ സന്ദർശിക്കുക, വൃദ്ധരെ സന്ദർശിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ, കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മുടെ യാത്രകൾ, ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ യാത്രകളിൽ അത്യാവശ്യമെന്ന് തോന്നുന്നവർക്കും കാണുന്നവർക്കും ആഹാരം കഴിക്കാനുള്ള പൈസ കൊടുക്കുക, അങ്ങനെയൊക്കെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ഒന്നും ഇതുവരെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊന്നും
ഞാൻ മൂലമോ എൻ്റെ കഴിവ് മൂലമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ പരിപാലനവും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞാൻ സമർപ്പിച്ച പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എന്ന് കരുതുന്നു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ജീവിതം മുന്നോട്ട് പോകുന്നത്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജോയ്സി മാത്യു. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തതും ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യമായി ഇവിടെ വരുന്നതും 2023 ഏപ്രിൽ 30 ഇവിടെ വരുമ്പോൾ എനിക്ക് വരുമ്പോൾ തൊട്ടിങ്ങനെ സാക്ഷ്യം പറയണം, ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ വന്നത്. പിന്നെ പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അമ്മയുടെ വലിയൊരു ഭക്തി ആയതുകൊണ്ട് ഞാനിവിടെ വരാനായിട്ട് ആഗ്രഹിച്ച് എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മമ്മിയും എൻ്റെ അനിയത്തിയുമായിട്ടാണ് ഇവിടെ വന്നത് ആദ്യമായിട്ട്. ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ വചനപ്രഘോഷണത്തിൽ കുർബാന മധ്യേ അച്ഛൻ പറയുകയുണ്ടായി, പരിശുദ്ധ അമ്മ ജീവനോടെ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട കാര്യം. ഒരുപാട് സന്തോഷമായി അത് കേട്ടപ്പോൾ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചുപോയി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് എല്ലാവരെയും പോലെ തന്നെ പുറത്തേക്ക് പോകണം, ജോലി ചെയ്യണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ്. പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം വേറെയായിരുന്നു. എനിക്ക് ജോലി കിട്ടിയ ഒരു സാക്ഷ്യമാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ ജർമ്മൻ എക്സാം എഴുതി 5 പ്രാവശ്യം എഴുതി. പക്ഷെ എനിക്ക് ഒരു മൊഡ്യൂൾ പോലും എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചില്ല. ഒത്തിരി പൈസ ചിലവായി, ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു, ഒത്തിരി സങ്കടം അനുഭവിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ പൈസ ഇല്ലാതിരുന്നൊരു സന്ദർഭത്തിൽ ഞാൻ ഈ ജർമ്മൻ്റെ എക്സാം പഠനവും എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഗൾഫിലേക്ക് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അത് ദൈവഹിതമാണെന്ന് ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് പോയി. അതിൽ എക്സാം പാസ്സാകുവാനും അതുപോലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമായിരുന്നു ഡേറ്റ ഫ്ലോ. അതും എനിക്ക് റെഡിയാവുകയും ചെയ്തു. 5 മാസം കൊണ്ട് പോകാമെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ 1 വർഷവും 1 മാസവുമായിട്ടും എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ഞാൻ ഒത്തിരി വിഷമിച്ചു, മാനസികമായിട്ട് ഒരുപാട് സങ്കടപ്പെട്ടു. ഒത്തിരി ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വന്നു. പക്ഷേ ദൈവം എന്നെ അവിടെ ഉയർത്തി. എനിക്ക് നാട്ടിൽ ജോലി ചെയ്യണമെന്നൊരു ആഗ്രഹം നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പുറത്തായിരുന്നു പഠിച്ചത്, നേഴ്സാണ്. അപ്പം അവിടെ പഠിച്ച സമയത്ത് എനിക്ക് സർട്ടിഫിക്കറ്റിന് ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ ജോലി ചെയ്യണമെങ്കിൽ നാട്ടിലെ സർട്ടിഫിക്കറ്റ് വേണം. ഞാൻ ബീഹാറിലാണ് പഠിച്ചത്. അപ്പം പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ കാരണം സർട്ടിഫിക്കറ്റ് ഒരുപാട് ഡിലേ ആയി. എനിക്കൊരു 4.5 വർഷത്തെ ഗ്യാപ്പുണ്ട്. അപ്പം നാട്ടിൽ ജോലി ചെയ്യാനാണെങ്കിൽ എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. എല്ലാ രീതിയിലുള്ള എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കൃപ കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് എൻ്റെ ഒരു റിലേറ്റീവ് വഴി എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി. അതെനിക്ക് കിട്ടിയത് 2025 മെയ് 21 ഞാൻ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കും, എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് ഒരു ജോലി ശരിയാക്കി തരണേന്ന്. ജോലിയില്ലാത്തതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. അങ്ങനെ എനിക്ക് 21 ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടുകയും അന്ന് തന്നെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ സ്ഥലത്തിനടുത്തുള്ള ഒരുപാട് ഹോസ്പിറ്റലിൽ അന്വേഷിക്കുകയും റെസ്യൂം അയക്കുകയും ചെയ്തു. ഒരാഴ്ച എടുത്തു. ഒരു ഫോൺ കോളോ ഒന്നും വന്നില്ല. ഞാൻ ഒത്തിരി വിഷമിച്ചു. എന്നാലും പ്രാർത്ഥിച്ചു. അമ്മയുടെ അടുത്ത് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു. ഒരുപാട് കൊന്തകൾ ചൊല്ലി പ്രാർത്ഥിച്ചു. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ബൈബിൾ വായനയിലൂടെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നു. ഒരു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോരെയെന്ന് പറഞ്ഞ്. 4.5 വർഷത്തെ ഗ്യാപ്പുണ്ട്. നാട്ടിൽ എക്സ്പീരിയൻസ് ഇല്ല, എനിക്ക് പുറത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പം അത് വെച്ച് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എന്നാലും ഞാൻ പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, അമ്മേ മാതാവേ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സാന്നിധ്യമെങ്കിലും തരണമേ എന്ന്. അങ്ങനെ എനിക്ക് മാതാവിൻ്റെ 2 സിസ്റ്റേഴ്സായിരുന്നു എന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നത്. അതിൽ ഒരു സിസ്റ്ററിൻ്റെ ഡ്രസ്സിൻ്റെ കളറ് ചാരനിറമായിരുന്നു. എനിക്കൊത്തിരി സന്തോഷം തോന്നി. കാശുരൂപ മുറുകെ പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. റിട്ടേൺ ആണെങ്കിലും വൈവേ ആണെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാവാനായിട്ട് സാധിച്ചു. ഈ വരുന്ന വ്യാഴാഴ്ച ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ ഞാനിവിടെ നിൽക്കുന്നത്.
പരിശുദ്ധ അമ്മയും ഈശോയും തന്ന വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എറണാകുളത്തുള്ളൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ ഞാൻ പോകുമായിരുന്നു. അവിടെ പോയി അമ്മച്ചിമാരെയും അപ്പച്ചമാരെയും കാണുകയും അവരെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ പൊതിച്ചോറ് കെട്ടി വിതരണം ചെയ്യുമായിരുന്നു. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുമായിരുന്നു. സാമ്പത്തികമായിട്ടും ഞാൻ സഹായിക്കുമായിരുന്നു. പിന്നെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മറ്റും മേടിച്ച് കൊടുക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എന്ത് വെയിലോ മഴയോ ഒന്നും നോക്കാതെ തന്നെ ഞാൻ പത്രവിതരണം ചെയ്യുമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടുകയും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയും സോഷ്യൽ മീഡിയയിൽ അതൊക്കെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്യുമായിരുന്നു. ഡെയിലി ബ്രെഡും എല്ലാം ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. ആത്മീയമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടത്, എനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് ചെറിയ ചെറിയ രോഗസൗഖ്യങ്ങളാണെങ്കിലും ഒരുപാട് അനുഗ്രഹങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. വിശുദ്ധ തൈലം കൊണ്ടാണെങ്കിലും എൻ്റെ ചെവിയിലൊരു ചെറിയൊരു പ്രാണി പോയായിരുന്നു. പക്ഷേ അത് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഞാൻ തൈലം തൊട്ട് കുരിശ് വരച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തുള്ള ആ പ്രാണി എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഉള്ള അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ദേഷ്യം വരുന്ന ഒരു പ്രകൃതമായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മയുടെ സന്നിധിയിൽ എന്നെ സാക്ഷിയാക്കിയതിന് ദൈവകുമാരനും ദൈവമാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ടെൻസി. ഞാൻ എറണാകുളം ജില്ലയിലെ പനങ്ങാട് നിന്നാണ് വരുന്നത്. ഞാൻ 2023 ജൂലൈ 6-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് 14 വർഷമായിട്ട് വീടില്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം 2ാമത്തെ പുതുക്കൽ കഴിഞ്ഞ് ഞാൻ അച്ഛനെ വന്ന് കണ്ടിരുന്നു. ഭവനത്തിൻ്റെ കാര്യം പറഞ്ഞ് അച്ഛനതിന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്കൊരു കാശ് രൂപം തന്നു. ഞാനത് എൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥാപിച്ചു. ഉടമ്പടി ഉപ്പ് ഞാൻ അവിടെ വിതറിയിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടതിന് ശേഷം 2ാമത്തെ ദിവസം എന്നെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു. നിങ്ങളുടെ ആധാരവും മറ്റു രേഖകളുമായി പഞ്ചായത്തിൽ ഉടനെ എത്തണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നതിന് ശേഷം അവർ പറഞ്ഞു, നിങ്ങൾക്ക് ലൈഫിൽ വീട് പാസ്സായിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ പണി തുടങ്ങണമെന്ന്. ഈ ഒരു അനുഗ്രഹത്തിന് ദൈവമാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. പിന്നീട് എൻ്റെ ഭർത്താവ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 9 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഞങ്ങളുടെ ഒപ്പമുണ്ട്, സന്തോഷത്തോടെ ജീവിക്കുന്നു. അതിന് മാതാവും എൻ്റെ തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതിന് ഞാൻ നന്ദി പറയുന്നു. 2ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാനിന്ന് ഒരു വാട്ടർ ടാങ്കിൽ വീണായിരുന്നു. ഞങ്ങളുടെ മോട്ടോർ കംപ്ലൈൻ്റാണ്. അപ്പോൾ വാട്ടർ ടാങ്കിൽ അത് ശരിയാക്കാൻ പോയപ്പോൾ അതിൻ്റെ മുകളിലെ മൂടിയിലൊന്ന് ചവിട്ടിയപ്പോൾ അത് തെന്നിപ്പോയി. ഞാൻ അതിൽ വീണു. അപ്പോൾ ഞാൻ വെള്ളത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓർക്കണേണ്, എൻ്റെ കൊച്ചിന് ആരും ഉണ്ടാവില്ല, ഞാൻ ഇവരൊക്കെ ഒന്ന് മരിച്ചു പോകും, ആരും ഉണ്ടാവില്ല രക്ഷിക്കാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ മാതാവിന് എൻ്റെ കാശുരൂപം ഞാൻ ധരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു മാതാവിൻ്റെ കാശുരൂപത്തിൻ്റെ വെള്ളത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ രക്ഷിക്കണമേ ഇതിൽ നിന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ അപ്പോൾ ജോസഫ് അച്ഛനെ കാണുകയാണ്. ജോസഫ് അച്ഛൻ ഒരു ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഉടമ്പടി സാക്ഷ്യം ഇങ്ങനെ വിവരിക്കണേണ്. അതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മാതാവിനെ കണ്ടു. അപ്പോൾ എനിക്ക് വെള്ളത്തിൽ കിടന്നിട്ട് താഴെ നിൽക്കാനും പറ്റണില്ല, മുകളിലോട്ട് പോകാൻ പറ്റണില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ മാതാവിനെ കണ്ടതിന് ശേഷം ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നറിയില്ല. ഞാൻ ഉയർന്നു വന്നു. എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങൾ എന്നെ വലിച്ചു കയറ്റി. അങ്ങനെ മാതാവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രം എന്നെ ജീവിതത്തിലേക്ക് വീണ്ടും മാതാവ് കരകയറ്റി. അതിന് ദൈവത്തിനും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ ഞാൻ പോവുകയും അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങി നൽകുകയും ചെയ്യും. പിന്നെ രോഗികളായ ആൾക്കാർക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി പത്രം ഞാൻ അക്രൈസ്തവർക്കാണ് കൂടുതൽ നൽകുന്നത്. കൃപാസനം പത്രം ഞാൻ അക്രൈസ്തവർക്കാണ് കൂടുതൽ കൊടുക്കുന്നത്. അത് പ്രാർത്ഥിച്ച് എല്ലാവർക്കും നൽകി. പ്രായമായ ആൾക്കാർക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഞാൻ സാക്ഷ്യങ്ങളെല്ലാം യൂട്യൂബിൽ വെച്ച് കൊടുക്കാറുണ്ട്, സാക്ഷ്യം കേൾപ്പിക്കാറുണ്ട്. ഉടമ്പടി അനുഗ്രഹ പ്രാർത്ഥന ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്.
എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിച്ച ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എനിക്ക് പ്രാർത്ഥനയിലെന്നും അങ്ങനെ കുടുംബ പ്രാർത്ഥനയെന്നും ഞാൻ സ്ഥിരമായി ചൊല്ലാറില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്, കുമ്പസാരം കൃത്യമായി ഞാൻ കുമ്പസാരിക്കാറുണ്ട്. അതിനെല്ലാം ഞാൻ ദൈവമാതാവിന് നന്ദി പറയുന്നു.